ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ഫീച്ചേഴ്സൊക്കെ ഒത്തിണങ്ങി വരുന്ന ടാറ്റ സിയറയുടെ ഒരു വേരിയൻ്റ് ആണ് ഈ കാണുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പും ഓട്ടോമാറ്റിക് വൈപ്പറും ലഭിക്കും. അലോയ് വീലും ഈ ഒരു വേരിയന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാനറോമിക് റൂഫ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. അതും ഈ സെഗ്മെന്റിൽ ഏറ്റവും വലിയ പാനറോമിക് റൂഫ് ഈ ഒരു വേരിയന്റിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുറകിലേക്ക് വന്നാൽ ഡീഫോഗറും ഹിഡൻ ആയിട്ടുള്ള വൈപ്പർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ തുടങ്ങി പുറകിലേക്ക് 65 വാട്ട് ഫാസ്റ്റ് ആയിട്ടുള്ള 2 സി ടൈപ്പ് ചാർജിംഗ് പോർട്ട് തുടങ്ങിയിട്ടുള്ള ഒരുവിധം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വേരിയന്റിലുണ്ട്. പെട്രോളിലാണെങ്കിൽ 17,36,000 രൂപയിലും ഡീസലാണെങ്കിൽ 19,46,000 രൂപയും ഓൺ റോഡ് വില വരുന്ന ടാറ്റ സിയറയുടെ മൂന്നാമത്തെ വേരിയന്റ് ആയിട്ടുള്ള പ്യുർ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഈ കാണുന്നത്. അതുപോലെ ഈ ഒരു കളറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് കേരളവുമായിട്ട് ഒരു അടുത്ത ബന്ധമുണ്ട് ഈ ഒരു കളറിന്. അതറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത് അറിയിച്ചോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഈ വിലയിൽ നമുക്ക് പ്യുർ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റിൽ എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ളത് വിശദമായിട്ട് നോക്കാം. സംഭവം ഈ വിലയിൽ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു വേരിയന്റ് ഇതല്ല, അത് വേറെയാണ്. അത് ഞാൻ പറയാം. എന്തായാലും മുൻവശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സിയറ എന്നുള്ള ഒരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കാണാം. LED DRL വരുന്നുണ്ട്. ബൈ പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പും ഓട്ടോമാറ്റിക് വൈപ്പറൊക്കെ വരുന്നുണ്ട്. ആ ഒരു കുറവെന്ന് പറഞ്ഞാൽ കോർണറിങ് ഫംഗ്ഷനോട് കൂടിയുള്ളൊരു ഫോഗ് ലാമ്പ് നമുക്ക് അവിടെ മിസ്സിംഗ് ആണ്. അതുപോലെ അഡാസ് കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ബമ്പറൊക്കെ നോക്കുകയാണെങ്കിൽ അഡാസും അതുപോലെ 360 ക്യാമറ അതിനൊക്കെ വരുന്ന സെയിം രൂപത്തിലുള്ള അതിനുള്ള പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബമ്പർ ഗ്രില്ല് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനും നൽകിയിട്ടുള്ളത് എന്ന് പറയാം. അപ്പോൾ മുൻവശത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ്, അതായത് നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റും സിൽവർ എലമെൻറ്റും എല്ലാം ചേർന്നിട്ട് ഒരു ബേസ് വരുന്നതാണെന്നുള്ള അല്ലെങ്കിൽ മൂന്നാമത്തെ വരുന്നതെന്നുള്ള അതിൻ്റെ കുറവ് അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്കിതിന് ഫീൽ ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അത് പ്രധാനമായിട്ട് നമുക്ക് ഇതിന് നമുക്കിവിടെ ഷോറൂമിന് പുറത്തായിട്ട് അതിൻ്റെ ഒരു ഫുൾ ഓപ്ഷൻ നിൽക്കുന്നത് കണ്ടോ. അതിൻ്റെ ഒരു ഫേസ് നിങ്ങൾ നോക്കിയേ. അപ്പോൾ അലോയുടെ ഡിസൈനൊക്കെ മാറ്റമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഒരു റിച്ച് ഫീൽ നമുക്ക് രണ്ട് വാഹനങ്ങളിലും ഒരുപോലെ തന്നെ കാണാനുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അലോയ് വീൽസ് ഞാൻ പറഞ്ഞു ഈ വേരിയന്റിൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ടയർ സൈസ് വരുന്നത് നമുക്ക് 215/65 പ്രൊഫൈലുള്ള 17 ഇഞ്ചാണ് നൽകിയിട്ടുള്ളത്. വെറും ചുമ്മാ ഒരു അലോയ് കൊടുക്കൽ അത്യാവശ്യം ലുക്കുള്ള മനോഹരമായിട്ടുള്ളൊരു ഡുവൽ ടോൺ അലോയ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അങ്ങനെ എടുത്തു പറയാൻ പ്രത്യേകം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടാറ്റ ഹാരിയർ തൊട്ടപ്പുറത്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അലോയുടെ ഡിസൈൻ നിങ്ങൾ നോക്കിയേ കണ്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എമ്മാതിരി സാധനം അടിപൊളിയല്ലേ. ഈ ഒറ്റ ഫ്രെയിമിൽ നോക്കി അത് നമ്മളൊരു ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ കാണുന്ന രൂപത്തിലൊരു ഡിസൈൻ ആണെങ്കിൽ ഇത് അതിമനോഹരമായിട്ടുണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. സിയറയുടെ ഒരു ബ്രാൻഡിങ് ഒക്കെ നമ്മുടെ ഡോറിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും കഴിയുന്ന ORM ആണെന്ന് മാത്രമല്ല ഓട്ടോ ഫോൾഡും വരുന്നുണ്ട്. അതായത് ജസ്റ്റ് വണ്ടി ലോക്ക് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ആവും. A പില്ലറൊക്കെ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് വന്നിട്ടുണ്ട്. B പില്ലറിൻ്റെ അവിടെ നമുക്ക് അത്തരത്തിലുള്ളൊരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് കാര്യങ്ങളൊക്കെ കാണാം. അതായത് ഞാൻ പറഞ്ഞത് അത്യാവശ്യം റിച്ച് ഫീൽ നമുക്ക് ഈ ഒരു വേരിയൻ്റ് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു പെട്രോളൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 17.5 ലക്ഷം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടാവുള്ളൂ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനം എടുക്കാനായിട്ട്. ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിലാണ്. അതിൽ ഇലുമിനേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുണ്ടോ രാത്രി കാലങ്ങളിലൊക്കെ നമുക്കത് നല്ലൊരു ഹെൽപ്ഫുൾ ആണ് എന്ന് പറയാം. എഗെയിൻ നമ്മുടെ ക്ലാഡിങ്ങിൻ്റെ ഭാഗത്തും ഗ്ലോസി ബ്ലാക്ക് എലമെൻ്റ് ആണ് വന്നിട്ടുള്ളത്. 4 വീലും ഡിസ്ക് ബ്രേക്ക് സ്റ്റാൻഡേർഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വേരിയൻറ്റിലും പുറകിലേക്കുള്ള ഡിസ്ക് ബ്രേക്കും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം ഫീച്ചറിലോട്ടാണ് വശങ്ങളിൽ നോക്കുമ്പോൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാനറോമിക് റൂഫും ഇത്രയാണ് നമ്മുടെ വാഹനത്തിൽ പാനറോമിക് റൂഫിൻ്റെ ഒരു ഓപ്പണിംഗ് ഇല്ലാത്തൊരു ഏരിയ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഒരു വലുപ്പം എന്താണെന്നുള്ളത്. അതുപോലെ ഷാർക്ക് ഫിൻ ഹാൻഡിൽ കാണാനായിട്ട് സാധിക്കും. ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ആക്കി നോക്കിയാൽ കുറച്ചുകൂടി അതിൻ്റെ വ്യൂ വ്യക്തമായിട്ട് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സൈഡ് പ്രൊഫൈൽ. എന്നാലും നമ്മുടെ കേരളത്തിലെ റോഡിലൂടെയൊക്കെ ഇത് പോകുന്നത് കാണാൻ വേറെ തന്നെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയട്ടെ. എനിക്ക് മുൻവശത്തേക്കായും ഒരു സൈഡ് പ്രൊഫൈലും റിയർ പ്രൊഫൈലാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ഏറ്റവും അധികം ആളുകൾക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തതും ഡബിൾ നമ്മുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു റിയർ ആണെന്ന് പറയാം. പക്ഷേ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല, ഞാൻ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇനി പുറകിലേക്ക് വന്നാലും നേരത്തെ പറഞ്ഞ പോലെ ഡീഫോഗറും വൈപ്പറും, അതായത് ഹിഡൻ വൈപ്പറാണ്, നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണില്ല. അപ്പോൾ അതൊക്കെ ഈ ഒരു വേരിയൻറ്റിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് കൂടാതെ തന്നെ നമുക്കൊരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ഒക്കെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു വേരിയൻറ്റിലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ റിയർ വ്യൂ ക്യാമറ ഏറ്റവും താഴെയായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റിന് തൊട്ട് മുകളിലായിട്ട് റിയർ വ്യൂ ക്യാമറ വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാം വരുന്നുണ്ട്. എന്താ പതിലില്ലാത്തത് നമ്മൾ റിയറിൽ ഇത്തരത്തിലുള്ള പുറത്തെ ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് A to Z കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം. അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു പാർസൽ ട്രേ വരുന്നുണ്ട്. അതുപോലെ സ്പെയർ വീൽ നമുക്ക് ഇവിടെ കിട്ടില്ല, താഴെയാണ് സ്പെയർ വീൽ വരുന്നത്. ഇവിടെയാണ് നമുക്ക് സ്പെയർ വീൽ മൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എക്സ്റ്റീരിയറിൽ പെർഫെക്റ്റ് ഓക്കെ എന്ന് പറയാം. പിന്നെ ഇൻറ്റീരിയറിലാണ് അടുത്ത് നോക്കാനുള്ളത്. അതിന് റിയറിൽ കയറി നോക്കുകയാണെങ്കിൽ ഈ വേരിയൻറ്റിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്ത് പറയാനുള്ളത് പുറകിലേക്ക് 2 ഫാസ്റ്റ് C ടൈപ്പ് ചാർജിങ് പോർട്ട്, അതായത് 65 വാട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. ബാക്കി നമ്മൾ കാണാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇതിന് താഴെയുള്ള പ്യുവർ വേരിയൻ്റ് എടുത്താലും കിട്ടും. സ്മാർട്ട്, പ്യുവർ പ്ലസ് അങ്ങനെയാണ് മൂന്നാമത്തെ വേരിയൻ്റ് ഇതാവുന്നത്. അപ്പോൾ ഒന്നും നോക്കി തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഡോർ പാഡ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു ഡുവൽ ടോണ് ഫാബ്രിക് ടച്ച് കാര്യങ്ങളൊക്കെ. എവിടെ നമുക്കിത് കൈ വെക്കുന്ന എവിടെ നമ്മുടെ ഹാർഡ് പ്ലാസ്റ്റിക് നമുക്കില്ല എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നല്ലൊരു ഫാബ്രിക് ടച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. മുകളിൽ ഹാർഡ് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലും പക്ഷെ ഇവിടെ നമ്മുടെ അധികം
കൈ വരാത്ത ഏരിയകളാണ്, അത്യാവശ്യത്തിന് മാത്രം അവിടേക്കൊക്കെ കൈവെക്കുള്ളൂ. അധികം ഈ ഒരു ഏരിയയിലേക്കാണ് ആംറസ്റ്റ് ചെയ്യാനൊക്കെ വെക്കുന്ന ഒരു സ്പേസ്. അവിടെയൊക്കെ അതിമനോഹരമായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ഫാബ്രിക് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ബേസ് വെയറിന് മുതൽ നമുക്ക് സൺഷെയ്ഡ് കർട്ടൺ വരുന്നുണ്ട്, പിന്നെ 4 പവർ വിൻഡോ വരുന്നുണ്ട്, അംബ്രല്ല ഹോൾഡറും ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത്യാവശ്യം ഞാൻ എല്ലാ വീഡിയോയിലും അടുത്ത കാലത്തായിട്ട് പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ടാറ്റയുടെ സീറ്റിൻ്റെ കാര്യം. നമുക്കിനി ഇതിപ്പോൾ അത്യാവശ്യം കാണാനും ലുക്കുണ്ട്, ഇനി കാണാൻ ലുക്കില്ലാത്ത സീറ്റ് കൊടുത്താലും കംഫർട്ടിലൊട്ടും കുറവുണ്ടാവില്ല ടാറ്റയുടെ വാഹനങ്ങൾ എന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം മനോഹരമായിട്ടുള്ള സീറ്റ് വന്നിട്ടുണ്ട്, 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉണ്ട്, 60/40 സ്പ്ലിറ്റ് സീറ്റ്, ആംറസ്റ്റ്, അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. AC വെൻറ്റ് പുറകിലേക്ക് കാണാം. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം വീതിയും ഉയരമൊക്കെ കൂടിയൊരു വാഹനമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു ഡേറ്റിൽ എനിക്കൊരു പെർഫെക്റ്റ് ആണ്. ഞാൻ എത്ര ദൂരം വേണമെങ്കിലും ഇതിൽ റിയറിൽ നിന്ന് യാത്ര ചെയ്യാൻ തയ്യാറാണ്. അത്തരത്തിലുള്ളൊരു സ്പേസ് ലഭിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഒരു കംപ്ലയിൻറ്റും പറയാനില്ല. പിന്നെ നമുക്കിത് ടച്ച് ചെയ്യാവുന്ന രൂപത്തിൽ, ടച്ച് അല്ല കേട്ടോ, ഒരു ക്ലിക്ക് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മുടെ ഒരു മാപ്പ് ലാമ്പ് ഉള്ളിലേക്ക് LED നൽകിയിട്ടുള്ളത്. ഇതാണ് ഉള്ളിലെ നമ്മുടെ പാനോമിക് റൂഫിൻ്റെ ഒരു വ്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾ വീട്ടുകാരെങ്കിലുമൊക്കെ സൺറൂഫ് ഒഴിവാക്കിയിട്ടുള്ളൊരു വണ്ടീനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് സിയറാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ എടുക്കേണ്ട വേരിയൻ്റാണ് നമ്മൾ ഈ കാണിക്കുന്നത് പ്യുർ പ്ലസ്. മിനിമം ഇതെങ്കിലും എടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു പാനോമിക് റൂഫ് അല്ലെങ്കിൽ സൺറൂഫൊക്കെ നമുക്ക് ഉള്ളൊരു വണ്ടി സിയർ എടുക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇനി റിയറിലേക്ക് കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ സിമിലർ ആണ്, നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ്. മാനുവലി ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വരും, അതിൻ്റെ കൺട്രോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അഗൈൻ ഒരു കളർ കോമ്പിനേഷനൊക്കെ സീറ്റിൻ്റെ സെയിം ആണ്. നമുക്കൊരു എന്താ പറയുക, ഒരു ഗ്രേയും ബ്ലാക്കിൻ്റെ ഒക്കെ മിക്സ് ആയിട്ടാണ് വന്നുള്ളത്. അത്യാവശ്യം ഡ്യൂറബിൾ ആണ്, അല്ലെങ്കിൽ ചളി ആയാലും വലിയ പ്രശ്നമൊന്നും നിങ്ങൾ വാഹനം എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ട് സീറ്റ് കവർ ഇടേണ്ട പ്രശ്നങ്ങൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിന് വരിക. അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് നമുക്കിത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് പോകുമ്പോൾ നമുക്കത് ഇവിടെ ആയിട്ട് ഹിൽ ഹോൾഡ് പോലെ കാണാനായിട്ട് സാധിക്കും. ടാറ്റ വാഹനങ്ങൾ സാധാരണ കാണുന്ന പോലെ സ്മാർട്ട് സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഇവിടെ. പുഷ് ബട്ടൺ ഓൺ ആക്കുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരും. ഈ രൂപത്തിൽ ലൈറ്റ് ഇലിമിനേഷൻ വരും. ഇവിടെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് ഉണ്ട്, ക്രൂയിസ് കൺട്രോൾ വന്നിട്ടുണ്ട്. അതുപോലെ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പി ഫംഗ്ഷൻ വരുന്നുണ്ട്. ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടെലിസ്കോപ്പി ഫംഗ്ഷൻ പുതിയതായതുകൊണ്ട് കുറച്ച് ടൈറ്റ് ഉണ്ട്. ഇപ്പോൾ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പി ഫംഗ്ഷൻ വരുന്നുണ്ട്. മീറ്റർ മാത്രം കുറച്ച് കുഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അഡ്വഞ്ചർ ഇതിൻ്റെ മുകളിലുള്ള വേരിയൻറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വലിയ അടിപൊളി സ്ക്രീനായിട്ട് മാറുന്നുണ്ട്, 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേക്ക് ആയിട്ട് മാറുന്നുണ്ട്. ഇതിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ. RPM മീറ്ററൊക്കെ നമുക്കൊരു ഗ്രാഫിക്സ് പോലെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ കൂളൻ ടെമ്പറേച്ചർ, ഇവിടെ ഫ്യൂൽ ലെവൽ കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ കുഞ്ഞു വാഹനങ്ങളിലൊക്കെ കാണുന്ന പോലെയുള്ള ഡീറ്റെയിൽസ് ആണ് അവിടെ ഉള്ളത്. ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ, ഡിസ്റ്റൻസ് ടു MTA, ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, അങ്ങനെ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മുടെ MIDയിൽ കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഒരു 10.4 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതിൽ വയർലെസ് ആയിട്ട് നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. കൂടാതെ നല്ലൊരു ക്യാമറയും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ക്യാമറയുടെ വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാമറയുടെ വ്യൂ വന്നിട്ടുള്ളത്. അത്യാവശ്യം ഡീസൻറ്റ് അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് എന്ന് പറയാം, എക്സലൻറ്റ് എന്ന് പറയാവുന്ന ഒരു ക്വാളിറ്റി ഇല്ല, എബോ ആവറേജ് വരുന്നൊരു ക്യാമറ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിന് താഴെ വന്നാൽ AC വെൻ്റ് കാര്യങ്ങൾ കാണാം. ഇവിടെയൊക്കെ നമ്മുടെ ഒരു ഫുൾ ഓപ്ഷനിലൊക്കെ നമുക്ക് ഇവിടെ ഒരു സൗണ്ട് ബാർ പോലത്തെ ഒരു സാധനമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് എന്ന് പറയാം. അവിടെ താഴെ വന്നാൽ സാധാരണ ടാറ്റ വാഹനങ്ങൾ നമ്മൾ കാണുന്ന പോലത്തെ ഒരു കൺട്രോൾ യൂണിറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. ലോക്ക് അൺലോക്ക്, ബൂട്ട് ഓപ്പണിങ്, ഹസാർഡ് ലാമ്പ്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, അതൊക്കെ ബേസ് വേരിയൻ്റ് മുതലുള്ള ഫീച്ചറാണ്. ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, പിന്നെ നമ്മുടെ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ. ആ ഒരു സൈഡിലിരിക്കുന്നവർക്ക് വേണ്ട ടെമ്പറേച്ചർ നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ടെമ്പറേച്ചർ ഇവിടെ സെറ്റ് ചെയ്യാം. അങ്ങനെ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതിൻ്റെ AC-യുമായി ബന്ധപ്പെട്ട കൺട്രോൾസാണ് അടിയിൽ മൊത്തം നമ്മൾ കാണുന്നത്. മുന്നിലേക്ക് ഒരു 45 വാട്ടിൻ്റെ C ടൈപ്പ് ചാർജിംഗ് പോർട്ടാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഒരു USB പവർ ഔട്ട്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ഏരിയ, ടാറ്റ കെറോ മുതൽ നമ്മൾ കാണുന്ന ടൈപ്പ് ഒരു കീ വന്നിട്ടുണ്ട്. 6 സ്പീഡ് മാനുവലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗിയർ ലിവർ കാണാം. ഇതൊരു ഡീസൽ എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് 19,40,000 കൊടുത്താൽ ഈ ഒരു വണ്ടി സെയിം ഇതുപോലെ നമുക്ക് കിട്ടും. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് നമ്മൾ ഓൾറെഡി കണ്ടു. പിന്നെ ഒരു ഡ്രൈവർ ആംറസ്റ്റ് ഉണ്ട്, അതിനും ഒരു ഫാബ്രിക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് ഏരിയ കാണാൻ സാധിക്കും. വയർലെസ് ചാർജർ ഇല്ല, ജസ്റ്റ് അവിടെ ഒരു ഡിസൈൻ അതിൻ്റെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാനുവലി ഡിം ചെയ്യാൻ കഴിയുന്ന IRM വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പാനോമിക് റൂഫ് ഓപ്പൺ ചെയ്യുന്ന കൺട്രോൾ കാര്യങ്ങളാണ്. വാനിറ്റി മിറർ നമ്മുടെ പാസഞ്ചർ സൈഡ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡ് നമുക്ക് വാനിറ്റി മിറർ വരുന്നുണ്ട്. അതൊക്കെ അടിപൊളി ഫീച്ചറായി. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ പവർ വിൻഡ് അല്ല, നമ്മുടെ സൺറൂഫ് ഓപ്പൺ ആകും. കണ്ടില്ലേ നിങ്ങൾ എത്രത്തോളം ബാക്കിലേക്ക് വരെ അത് ഓപ്പൺ ആയി എന്നുള്ളത്. പത്രത്തിൽ മനോഹരമായിട്ടുള്ള ഒരു അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുമാതിരിപ്പെട്ട ഫീച്ചേഴ്സ് ഒക്കെ വരുന്നൊരു കിടിലം വേരിയൻ്റ് ആണ് ഇത് എന്ന് പറയാം. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ഇത്രയൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞത്, ഞാനൊരു വാല്യൂ ഫോർ മണി എന്നുള്ള ടാഗ് ലൈൻ കൊടുക്കുന്ന ഒരിക്കലും ഈ ഒരു
പ്യുർ പ്ലസിനായിരിക്കില്ല. ഇതിന് മുകളിൽ നമുക്കൊരു അഡ്വഞ്ചർ വേരിയൻറ്റ് വരുന്നുണ്ട്. ഏകദേശം 70,000-80,000 രൂപതിനേക്കാൾ കൂടുതൽ കൊടുത്താൽ നമുക്ക് ആ ഒരു വേരിയൻറ്റ് കിട്ടും. അതിൽ ഞാൻ ആ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ. ജസ്റ്റ് ഇതിൻ്റെ താഴെയുള്ള 1-2 വീഡിയോ താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 2 ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു 70,000-80,000 കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് 360 ക്യാമറ വരുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ട ഒരു MID മാറിയിട്ട് 7 ഇഞ്ചിൻ്റെ സ്ക്രീൻ വരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് പാർക്ക് സെൻസർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ്. അതായത് ഒരു 80,000 രൂപക്ക് ഒരു 1,20,000 അത്രയും വർത്ത് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് വരുന്ന ഒരു വേരിയൻ്റാണ് അഡ്വഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്യുർ പ്ലസ്ക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു 80,000 കൂടുതൽ കൊടുത്താൽ ഒട്ടും നഷ്ടമാവില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം ഒത്തിണങ്ങി വരുന്ന ഒരു വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്യുർ പ്ലസ് എടുത്താലും നഷ്ടമില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഫീച്ചേഴ്സും ഈ ഒരു പ്രൈസും വെച്ച് സിയറ പരിഗണിക്കാൻ പറ്റുന്ന ഒരു മോഡലാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സിയറയുടെ എല്ലാ വേരിയൻറ്റും ഓൺ റോഡ് പ്രൈസ് നിങ്ങൾക്ക് അതിൽ നോക്കി അറിയാനായിട്ട് പറ്റും. എന്തായാലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വാഹനത്തിനെ കുറിച്ച് അറിയാനോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഗൂഗിളും ടാറ്റയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഉണ്ടെങ്കിൽ ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.